അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിനെ സ്നാനപ്പെടുത്തിയ ഉടനെ പരിശുദ്ധാത്മാവ് അവനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നതിനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കുന്നു. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്നത് ശാന്തമായ ഏകാന്തമായ ഒരു സ്ഥലമാകുന്നു. അവിടെ അവൻ പിശാചിൻ്റെ പ്രലോഭനത്തെ അഭിമുഖീകരിക്കുന്നതായി നാം കാണുന്നു. പ്രലോഭനം എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയുടെ ഭാഗമാണ്. യേശുക്രിസ്തു പോലും അതിനെ നേരിടേണ്ടി വന്നു. ഒരു ലക്ഷ്യത്തിനായി ദൈവം അത് അനുവദിച്ചു. യേശുവിൻ്റെ ശക്തിയും അനുസരണവും കാണിക്കുന്നതിനുള്ള ഒരു പരീക്ഷണ കാലമായിരുന്നു അത്. നമ്മുടെ പോരാട്ടങ്ങൾ യേശു മനസ്സിലാക്കുന്നു. അവൻ പ്രലോഭനം അനുഭവിച്ചതിനാൽ നമ്മളും പരീക്ഷിക്കപ്പെടുമ്പോൾ അവന് നമ്മെ സഹായിക്കുവാൻ കഴിയും. പ്രലോഭിക്കപ്പെടുന്നത് ഒരു പാപമല്ല എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദൈവപാതയിലൂടെ സഞ്ചരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ഒരുക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.